പിന്നെ നാളെ നമ്മളെ കോളേജിൽ ആർട്സ് എടുക്കണം, അതിന്റെ ഡ്രസ് കോഡ് സെറ്റ് ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പൊ ഞങ്ങള്. ഒരുത്തരം നാട്ടിൽ നല്ല ഡ്രസ്സ് ഉണ്ട് ഇറട്ടോ കൊടുക്കുന്നത്. അതിപ്പോ കണ്ട സദർ ഉസ്താദ് നാളെ മദ്രസ കയറ്റിട്ട് തന്നപ്പോ എന്റെ പേടി. ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മളെ കോളേജിന്റെ മൂപ്പര് തുടങ്ങിയത് മുതൽ ഇന്നലെ കോളേജിൽ പെയ്ത മഴയുടെ കണക്ക് വരെ വായിച്ചു. ഇത് കേട്ട് ക്ഷീണിച്ച ഞാനൊരു ബ്രേക്ക് അങ്ങോട്ട് എടുത്തു. അവിടെ ചെന്നപ്പോ എന്റെ 4ാമത്തെ ബ്രേക്കാ. കൂട്ടുകാരായ പിന്നെ എങ്ങനെ വേണം, എനിക്ക് സ്റ്റേജ് ഡ്യൂട്ടിയാണ്. ഗസ്റ്റിന് കൊടുക്കുന്ന അണ്ടിപ്പരിപ്പ് ബദാമും കുട്ടികൾക്ക് വിരിച്ചു കൊടുക്കുന്ന തിരക്കിലാണ് പാശാന്. അങ്ങനെ ഉച്ചയായപ്പോ നമുക്ക് ഫുഡിന്റെ കൂപ്പൺ കിട്ടി. ഇതാണല്ലോ നമ്മളെ മെയിൻ. മാസാവസാനം റേഷൻ കടയിൽ നിൽക്കുന്ന പോലെ ഞാനും പോയി നിന്നു വരിയില്. അങ്ങനെ ഫുഡ് കിട്ടി, ഒന്നും പറയല്ല, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഗസ്റ്റിനെ കൊണ്ടുവരാൻ പോകുകയാണ്. അങ്ങനെ നമ്മളെ ഗസ്റ്റ് എത്തി. ആരാപ്പാ വരുന്നേ? അങ്ങനെ നമ്മൾ ഓളി പിടിച്ച് നേരെ പോയി സ്റ്റേജ് മേക്ക്. പിന്നെ അവിടെ ഞങ്ങളെ ഗസ്റ്റിന്റെ ഷോ ഞങ്ങളെ പട്ടി ഷോ ആയിരുന്നു. എന്താ പോൻ്റെ ഒക്കെ കാട്ടല്. ഗസ്റ്റിനെ പിന്നെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആർട്സ് കളറായത് ഇപ്പോഴാണ്. ഓരോ പാട്ടും ഒന്നിനൊന്നും മെച്ചം. ഇവന്റെയൊക്കെ ചാട്ടവും തൊള്ളവിളിയും കണ്ടപ്പോൾ മനസ്സിലായില്ല പരിപാടി എത്ര കളറായി എന്നുള്ളത്. അങ്ങനെ പരിപാടി തന്നെ നമ്മൾ ഗസ്റ്റിനെയും പറഞ്ഞയച്ചു. അങ്ങനെ ഗസ്റ്റ് പോയതിനു ശേഷം പിന്നെ നമ്മളെ കുട്ടികൾ കുറച്ച് പരിപാടികളായിരുന്നു. അത് ഒന്നിനൊന്നും മെച്ചം. പിന്നെ ഞങ്ങളെ വട്ടപ്പാട്ട് വന്ന ആൾക്കാർക്കൊക്കെ വെറുത്തേന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു സൈഡ് ഓടി പോണു. അവിടെ ഇനിയിപ്പോൾ വൈകുന്നേരം ചായ കൊടുത്തിട്ട് എനിക്കെങ്ങാനും കിട്ടായിരുന്നാലും വെച്ചിട്ട് ഞാനും കയറി ഓടി ചെന്നപ്പോഴാണ് മനസ്സിലായത് നമുക്കുള്ള പരിപാടി അല്ല എന്നുള്ളത്. അങ്ങനെ ഈ അടിയോടുകൂടെ നമ്മളെ പരിപാടി അവസാനിച്ചു. അപ്പോൾ ഓക്കെ, അദിയോസ് ഹബീബി.